ഹാഷ്മി, ഇതാണ് ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂർ. സ്മിത കണ്ടിട്ടുണ്ടോ ഈ കോളേജ്? അല്ല, ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ? എനിക്ക് അതിന്റെ ഭാഗ്യം ഇപ്പൊ ഉണ്ടായി അല്ലേ? ഹാഷ്മി ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ, കൺഗ്രാജുലേഷൻ. അപ്പൊ നമുക്ക് പിന്നെ ഒരുപാട് ഈ കോളേജിലാണല്ലോ നമ്മൾ കുറച്ചു കാലം ഫൈറ്റ് ചെയ്ത്. അപ്പൊ നമുക്ക് നമ്മുടെ ബാലചന്ദ്രൻ ഉണ്ട്. അപ്പൊ MLA ആണ്, തൃശ്ശൂർ MLA ബാലചന്ദ്രൻ എന്റെ വിദ്യാർത്ഥി കൂടിയാ. അതുകൊണ്ട് അങ്ങനെ കുറെ MLA-മാരും മന്ത്രിമാരും നമ്മുടെ കൂടെ ഉണ്ട്. 18 പേരുണ്ട്. എല്ലാം കൂടെ അല്ലേ? രാജൻ, സുനിൽകുമാർ ഇപ്പൊ വരുമെന്ന് പറഞ്ഞു, നമ്മുടെ മുൻ അദ്ദേഹത്തിന്റെ അതേ പാർട്ടി. ഓക്കെ. ബാലേന്ദ്ര, നമ്മുടെ കേരളവർമ്മ കോളേജിൽ ഇപ്പോഴും അവസ്ഥ എന്താണ്? ആദ്യം അത് വഹിക്കണമല്ലോ. കേരളവർമ്മ കോളേജ് ഇപ്പോഴും ലൈവാണ്. നാക് അക്രഡിറ്റേഷൻ കിട്ടിയിട്ടില്ല, അതിന്റെ കുറച്ച് കുറവുണ്ട്. പക്ഷെ എന്നാലും കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള സാംസ്കാരിക പാരമ്പര്യമുള്ള ഒരു ക്യാമ്പസാണ്. ഞാനും ബാലേന്ദ്രനോട് തമ്മിൽ കാണുമ്പോൾ ബാലേന്ദ്രന്റെ മനസ്സിലെന്താ? മാഷ് ഇവിടെ ഉണ്ടായിരുന്ന കാലാണ് പേരറിയാത്ത മരങ്ങളുടെ ചുവട്ടിൽ വെച്ച് നമ്മൾ കണ്ടതും സംസാരിച്ചതും. ഇവിടെ നിന്നാണ് മാഷ് ആകാശവാണിക്ക് പോയത്. സ്ട്രിക്റ്റ് മാഷായിരുന്നോ? ഞങ്ങളോടൊപ്പമായിരുന്നു. ഹോസ്റ്റലായിരുന്നു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ രണ്ടുപേരൊക്കെ. അപ്പൊ സദാനന്ദനുണ്ട്, നമ്മള് ഇവിടുത്തെ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു, KS സദാനന്ദൻ എന്നറിയപ്പെടും. സദാനന്ദ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇത്തരം ഒരു പ്രൊജക്ട്, ഇത്തരം ഒരു ക്യാമ്പയിന് വളരെ സന്തോഷം അറിഞ്ഞതിൽ. ഇതിന്റെ രണ്ടാം ഘട്ടം നമ്മൾ ആരംഭിച്ചു. പക്ഷെ ഭയങ്കര റെസ്പോൺസ് ആണ് ബാലേന്ദ്ര, കാരണം ആൾക്കാർ പേടിച്ചിരിക്കുക. മാഷ് ഇത് ആരംഭിച്ചതിന് ശേഷം, SKN ഇങ്ങനൊരു യാത്ര ആരംഭിച്ചതിന് ശേഷം രാസലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾക്കും റാക്കറ്റിനും ഒരു പേടി കടന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു പൊളിറ്റിക്കൽ, ഒരു രാഷ്ട്രീയമായ ഒരു അവബോധവും ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിലെ പോലീസും ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ ഏരിയയിലേക്ക് ഒരു അവസ്ഥ എന്താ സാറിന് രാസലഹരി പ്രയോഗത്തില്? അതില് കൂടുതൽ തന്നെയാണ്. പക്ഷെ പ്രത്യേകിച്ച് ഒരു യൂത്തിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് അതിൽ ഇൻവോൾവഡ് ആണ്. പക്ഷെ ഇതൊക്കെ അവരെ അലർട്ട് ചെയ്യാൻ വളരെ ഉപകാരപ്രദമാവും. മാത്രമല്ല അതൊരു സാമൂഹ്യ പ്രതിബദ്ധത ഒരു ചാനല് സപ്തകാലത്ത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് അഭിമാനകരമാണ്. പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ മാഷ് ഇതിൽ കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്നു എന്ന് അറിയുന്നതിൽ വലിയ വലിയ സന്തോഷമാണുള്ളത്. താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ്, ഹാൻഡ്ബോൾ ടീമിന്റെ കോച്ചാണ്, നാഷണൽ റഫറിയാണ്, ഒക്കെയാണ്. സ്പോർട്സ് ആണ് ലഹരി പ്രചരിപ്പിച്ചൂടെ? സ്പോർട്സ് ആണ് ലഹരി ഉണ്ടല്ലോ. ഞാൻ കേരളത്തിലെ 5 ടീമിൽ കളിച്ച സുവോളജി ആയിരുന്നു സബ്ജക്റ്റും. ആകെ ഒരു രജിസ്റ്റേർഡ് OSC ഇവിടെ ഉള്ളൂ, കേരളമോളയിലുള്ളൂ. അതിന്റെ പ്രസിഡന്റാണ്. പിന്നെ ഈ ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് ഇത് രക്ഷപ്പെടുത്തണം. പക്ഷെ അത് ഞാൻ ഇവിടുത്തെ ഒരു മുൻ സർക്കിളായിട്ട് ഞാൻ സംസാരിച്ചു. ഇവിടെ 2 വീട് തൊട്ടടുത്താണ്, സാറിന് അറിയാം, തൊട്ടടുത്താണ്. അപ്പൊ അവിടുത്തെ സർക്കിളായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സർക്കിൾ പറഞ്ഞ എന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് 62 വയസ്സായി. അപ്പൊ സാർ എന്നോട് ചോദിച്ചു, ചേട്ടന് എത്ര വയസ്സായി ചോദിച്ചു. അപ്പൊ എനിക്ക് 62. അപ്പൊ സാറിന് ചേട്ടന് അസൂയാണ്, കുട്ടികൾ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ചേട്ടന് അസൂയ. അപ്പൊ ഞാൻ അതല്ല സാറെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന പോലീസുകാരുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ട് പറഞ്ഞാണ്, എന്റെ അടുത്ത് പറഞ്ഞതാണ്. അല്ല, അത് കഴിഞ്ഞിട്ട് സാർ എന്നോട് ചോദിച്ചേ, ഞാൻ ഇടപെട്ടു വിചാരിച്ചോ, നിങ്ങൾ ഇടപെട്ട് നിങ്ങൾക്ക് അസൂയ, പിന്നെ നിങ്ങൾ സദാചാര പോലീസാവും. ഞാൻ ഇടപെട്ട് ഞാൻ അവരെ പീഡിപ്പിച്ചു എന്നുള്ള കേസ് വരും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല പരിപാടി അവിടുത്തെ ലേഡീസിനെ സംഘടിപ്പിച്ചിട്ട് നോക്കുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ലേഡീസിനോട് ചോദിക്കാം. ക്ലാസ് എടുക്കാൻ പോകുന്ന പല സ്കൂൾ കോളേജുകളിലൊക്കെ ഉണ്ടല്ലോ, അവിടെ നമ്മൾ കുട്ടികളിൽ നിന്ന് നമ്മൾ കണ്ടെടുത്ത് പിടിച്ചു. ഈ പിടിച്ച സംഭവം ഈ പ്രിൻസിപ്പാളിനോട് ചെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞേ ഞങ്ങളുടെ സ്കൂളും കോളേജിൽ അങ്ങനെ ഇല്ല. അപ്പൊ ഞാൻ പിടിച്ച കേസാണ് പറയുന്നത്. അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞപ്പോ അവർ പറഞ്ഞെന്താന്ന് പറയാ, എന്റെ സാറേ ഞാൻ 3 തവണയായി ഇപ്പോ ഈ അവരുടെ കമ്മീഷന്റെ അടുത്ത് പോയിട്ട് വിഷമിക്കുന്നത്, ഞാൻ എന്തിനാ ഈ പണിക്ക് പോണേന്നാണ് ചോദിക്കുന്നത്. ഇതിനൊന്നും മാറ്റം വരുന്നത് വൈകിപ്പോയി എന്നാണ് പറയാനുള്ളത്. വളരെ വൈകിപ്പോയി. അതായത് മല ഇടിഞ്ഞു വീഴുമ്പോഴേ കേരള സർക്കാർ ഉണരുള്ളൂ, ആൾക്കാർ ചത്തു പോകുമ്പോ. അതിന് മുന്നേ ചിന്തിക്കണം. ആനന്ദിന്റെ പുസ്തക റിലീസിന് അല്ലേ? ഓക്കെ. അപ്പോ വൈകിപ്പോയിട്ട് ഇപ്പോഴെങ്കിലും ഉണർന്നില്ല, പ്രത്യേകിച്ച് ചാനലിൽ ഉണർന്നില്ല. ഞാൻ 1 കൊല്ലം സമരം ചെയ്തതാണ് തോട്ടപ്പടിയിൽ മദ്യഷാപ്പിനെതിരായിട്ട്. അന്നാണ് മനസ്സിലായി അടച്ചടച്ചു ബീവറേജിനെതിരായിട്ടുള്ളത്. അന്നാണ് കുട്ടല്ലൂര് അന്നാണ് മനസ്സിലായി. അതന്നെയാണ് പ്രശ്നം. ഒരു ഭാഗത്ത് നമ്മൾ മദ്യത്തിനെതിരായിട്ട് പറയും, മറുഭാഗത്ത് സാധനം കൊടുക്കും. അതാണ് ഈ അപകടം ഉണ്ടാകാൻ പോണത്. ഇതന്നെ എല്ലാ കാര്യത്തിലും ഉണ്ടാവുന്നത്. എല്ലാവരും മദ്യമാണ് ലഹരി എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് ഉണ്ടാക്കുന്നത് അപകടം കുട്ടികൾ. അപ്പൊ ഇത് പോരാണ്ട് വരെയാണ് MDMAയിലേക്ക് വരുന്നത്. പിന്നെ കുട്ടികളുടെ സ്ട്രെസ്, ഇവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അങ്ങോട്ട് എന്തായാലും ഇപ്പോഴെങ്കിലും ഇത് 10 ദിവസം കഴിഞ്ഞ് നിൽക്കരുത് എന്നാണ് എന്റെ. നിർത്തത്തില്ല. അപ്പൊ ഇവര് പറയട്ടെ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോന്നോ?
ഓക്കെ. അപ്പോ ഇതറിഞ്ഞോ നമ്മൾ നടത്തുന്ന ഒരു മദ്യവിരുദ്ധ യാത്ര? മദ്യമല്ല, നമ്മൾ രാസലഹരിയാ ഇപ്പം ഇത് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇതിനെതിരെ, ലഹരിക്കെതിരെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതാണ്. എന്ത് പറയുന്നു? സുഖം. അപ്പൊ ഈ രാസലഹരി കാര്യമൊക്കെ അറിഞ്ഞോ? അറിഞ്ഞു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതിനുവേണ്ടി നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നതിനെതിരെ പൊരുതി തന്നെ വേണം. എന്തായാലും അതിനുവേണ്ട പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്ന വേണം. ഓക്കെ. അപ്പൊ നമ്മുടെ MLA ബാലേന്ദ്രൻ നമുക്കൊരു വാർത്ത കയറാൻ സമയം. എന്നാലും ഇപ്പൊ ഈ തൃശ്ശൂരിൽ പൊതുവെയുള്ള ഒരു അവബോധം എങ്ങനെയുണ്ട്? തൃശ്ശൂർ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടമാനം കേസുകൾ പിടിച്ചു. തൃശ്ശൂരിലെ സ്കൂളുകളിൽ രഹസ്യമായിട്ടെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഈ പള്ളിക്കൂടങ്ങളിലൊക്കെ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇവർക്ക്? അതൊരു റാക്കറ്റ് എന്നുള്ള നിലയ്ക്ക് അത്ര ഇത് ആയിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് പഴയ നമ്മുടെ കാക്കനാടനും മുകുന്ദനും സേതുക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഈ അസ്തിത്വ പ്രശ്നങ്ങളാണ് കുട്ടികളെയും യുവാക്കളെയും ഈ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഇപ്പൊ അത്തരത്തിലുള്ള യാതൊരു ഇതും സാഹിത്യകാരന്മാർക്കെതിരെ പ്രശ്നമൊന്നുമില്ല. ഈ ന്യൂജൻ എന്തുകൊണ്ട് ഇതിലേക്ക് സാഹിത്യകാരന്മാരുടെ ആവശ്യം അവർക്കില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ലോജിക്കാണ്. ഇത് അടിച്ചാൽ വേറെ ലോകത്തെത്തും. പക്ഷെ അത് അടിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ കൊടൈക്കനാൽ പോലുള്ള പ്രദേശങ്ങളിൽ കൂൺ ഈ മയക്കുമരുന്നിന്റെ കൂണുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ആൾക്കാർ അങ്ങോട്ട് ഗമിച്ചു കളയും. അല്ല, അത് ഓംലേറ്റില് കഴിച്ച് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പോ ബാലേന്ദ്രൻ, നമ്മളൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി ഇറങ്ങിയതില് ഒരുപാട് നന്ദിയുണ്ട്. പ്രിയപ്പെട്ടവർക്ക് അറിയുന്ന പോലെ ഈ കോളേജിൽ കുറച്ചു കാലം രാഷ്ട്രമീമാംസ പഠിപ്പിച്ചിരുന്നു ഞാൻ. അപ്പൊ അവിടെ അന്ന് ഡിഗ്രി വിദ്യാർത്ഥിയായിരുന്നു നമ്മുടെ തൃശ്ശൂരിലെ നിയമസ്വാഗം കൂടിയായ ബാലചന്ദ്രൻ. അപ്പൊ ഇവരെല്ലാം ഇപ്പൊ പുതിയ കുട്ടികളാണ്. നമ്മുടെ ചെയർപേഴ്സൺ അവിടെ ചെയർപേഴ്സൺ ഗോപിക നന്ദന വരക്കാരിയാന്ന് പറഞ്ഞ് തലവര മാറ്റുവോ? തലവര മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ. മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളാണോ? അതെ. ഓക്കെ. അപ്പൊ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വീട് എവിടെയാ? തളിക്കുളം. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാ പഠിക്കുന്നത്? ഇവിടെ PG പൊളിറ്റിക്കൽ സയൻസ്. ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സുനിൽകുമാർ ഇവിടെ വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ സന്തോഷം. ഞങ്ങൾ അതിന്റെ 2ാം ഘട്ടം തേക്കിൻകാട് മൈതാനത്ത് ആരംഭിച്ച് നമ്മുടെ സ്വന്തം കോളേജിൽ വന്നിരിക്കുക. ഇവിടെ പറഞ്ഞല്ലോ. പിന്നെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണുക. അപ്പൊ കെ രാജൻ വന്നിട്ട് പോയി. രാജൻ കുറെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, നന്നായി. അപ്പൊ സുനിൽകുമാറിന്റെ ഒരു അഭിപ്രായം പ്രത്യേകിച്ച് കേരള കോളേജായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ മാത്രമല്ല നമ്മളെല്ലാവരും കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു വലിയൊരു ക്യാമ്പയിൻ ജനങ്ങൾ മുഴുവൻ ഇപ്പൊ ഏറ്റെടുത്തിട്ടുണ്ട്. അതെ. ആ ഏറ്റെടുത്ത് ഇത് ഈ താൽക്കാലികമായിട്ടുള്ളൊരു ഏറ്റെടുക്കൽ മാത്രം പോരാ. കാരണം നമ്മളിതൊരു ജീവിതത്തിന്റെ ഭാഗമാക്കി നമ്മുടെ സമൂഹത്തെ മാറ്റാന്നുള്ളതാണ്. പ്രത്യേകിച്ച് യങ് ജനറേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു ക്യാമ്പയിനാണ് ഈ മയക്കുമരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ. അതൊരു നമ്മുടെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടി കൂടിയുള്ള ഒരു വലിയൊരു ക്യാമ്പയിനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ മീഡിയ പ്രവർത്തകർ ഏറ്റെടുത്തപ്പോൾ ജനങ്ങൾ മുഴുവൻ നിങ്ങളുടെ പിറകെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റാത്ത പ്രതികരണോ? കാര്യം എന്താണെന്നറിയാമോ? ഇന്നിപ്പോ താനൂര് ഒരു സംഭവം ഉണ്ടായി. താനൂര് ഈ പത്രത്തിൽ വായിച്ച ഒരു പയ്യൻ ഞാൻ മയക്കുമരുന്നിന് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അത് ഇത്ര ക്യാമ്പയിന്റെ ഒരു തീർച്ചയായിട്ടും. അല്ല, അവനൊരു തിരിച്ചറിവുണ്ടായെന്ന് പറഞ്ഞാൽ തന്നെ നല്ല കാര്യം. കാരണം ഇതിനെതിരായിട്ട് നിൽക്കാൻ ഈ അത് ഞാൻ അഡിക്റ്റ് ആണെന്നുള്ളൊരു ബോധം അയാൾക്ക് വരിക, അതിന് രക്ഷപ്പെടുത്തണമെന്ന് അയാൾ സ്വയം പറഞ്ഞ് രംഗത്ത് വരിക എന്ന് പറയുന്നത്. അപ്പൊ അതൊരു പിന്നെ ഇതിനെ അഡിക്റ്റായ ആളുകൾക്ക് പോലും ഒരു അവബോധം ഇതിലുണ്ടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വരാതിരിക്കാൻ വേണ്ടി ആളുകളെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ യുദ്ധത്തിൽ അവരെ കൂടി പങ്കാളികളാക്കുക എന്നുള്ളതാണ്. അല്ല, നമ്മൾ ഇന്നത്തെ കാണുന്നത് എന്താ പറയുക സുനിൽകുമാർ? ഇതൊരു അൾട്ടിമേറ്റ് വാർ എന്നുള്ളതല്ലേ? കാരണം ഈ വാർ സുനിൽ പറഞ്ഞ പോലെ നീണ്ടു നിൽക്കണം എന്നുള്ളതാണ്. കാരണം നമ്മളിത് ഇതിന്റെ ഉറവിടം അടക്കണം, അതുപോലെ ഇതിന്റെ ഒഴുക്ക് തടയണം, അതുപോലെ അഡിക്റ്റ് ആയ ആൾക്കാരെ ഡീഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു തുടർ പ്രോസസ് പോലെയാണ്. അപ്പൊ മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടങ്ങ് ഇറങ്ങുക, നമ്മളെല്ലാവരും കൂടി ഇറങ്ങണം. ഒന്നിച്ചാണ് അതിൽ നമ്മൾ ഇത്തരം ക്യാമ്പസുകള്, പിന്നെ സ്കൂളുകള്, അവിടെയുള്ള ജനങ്ങള്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, ഇതിലിപ്പോ മയക്കുമരുന്ന് മാഫിയകള് പലയിടത്തും ഈ മയക്കുമരുന്നിനെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരായിട്ടുള്ള വലിയ കടന്നാക്രമണം നടത്തുന്നുണ്ട്. അന്ന് റിപ്പോർട്ട് ചെയ്യരുത്. അവര് കടന്നാക്രമിക്കുമ്പോ ഈ നാട്ടിലെ ജനങ്ങൾ അവരെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ആത്മവിശ്വാസം വരുള്ളൂ.
ജനങ്ങൾ. നമ്മൾ ശ്രദ്ധിക്കാൻ നല്ലൊരു അല്ല അവരാ പരിഗണന അറിയിക്കും. അവരാ പരിഗണന അർഹിക്കുന്നില്ല. മാത്രമല്ല ആളുകൾ വിചാരിക്കുന്നത് ഇവർക്കെതിരെ മിണ്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അടി കിട്ടും എന്നുള്ള തോന്നല് ആൾക്കുണ്ട്. അങ്ങനെയല്ല, അവർക്കെതിരെ ശബ്ദിക്കാൻ ജനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. സുൽകുമാറിനോട് ഒരു സന്തോഷം ഞാൻ പറയാം. നമ്മൾ ഏറ്റുമുട്ടുന്ന വലിയൊരു മാഫിയോടായോണ്ട് ലേക്ക് ഷോറുകാർ എനിക്കൊരു ആംബുലൻസ് വിട്ടു തന്നിട്ടുണ്ട്. നമ്മുടെ യാത്രയുടെ കൂടെ അവർ ആംബുലൻസ് ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ആംബുലൻസ് ഒന്ന് കൈ കാണിച്ചോളൂ, എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി. ഒന്നും സംഭവിക്കില്ല. ഇല്ലില്ല, നമുക്ക് ആ പേടിയൊന്നുമില്ല. കാരണം അവസാന യുദ്ധത്തിന് ഇറങ്ങുമ്പോൾ നമ്മൾ പിന്നെ വേറെ ഒന്നും ആലോചിക്കില്ല. ഓക്കെ, അപ്പൊ സന്തോഷം. അവർ പാടട്ടെ. അപ്പൊ ഇവർക്ക് എന്താ കുട്ടികൾക്ക് പരീക്ഷയാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ പരീക്ഷയാണോ? കുട്ടികളാ കേട്ടോ, പുതിയ കുട്ടികളാ. ശിഷ്യന്മാരെല്ലാം ഉണ്ട് ഇവിടെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. നീ പാടിയാലോ? MLA സാന്നിധ്യത്തിൽ പാടിക്കോളൂ. മുൻ മന്ത്രിയുണ്ട്. ഓക്കെ. അരുളാറ്റ തിരുമലരേ ആ തിരുദൂതരയിണ തണിയേ ജഗം താരമീമിലെ കതിരൊള്ളിയായി ഹുവൈലീരിൻ കനിസുതിയേ ജിഗം പാറും ദീനിലെ തതിയതിനാൽ ജഗം തോറും ശുഹൃതിയേ സുഹൃത മതത്തിലൊരു മന്ദഹാസമലരല്ലി മുല്ല തിരുനൂറല്ലേ അമൃത കുഹരം ഹിറ തന്നിലോശയതിനുള്ളിലുള്ള നിധി കാത്തില്ലേ തങ്ങളെ മണവി തിങ്കളെ സുമുഖി ത്വാഹിറത്തശകി പേരല്ലേ തൊങ്കലായ നിധി മംഗലത്തെ കൊതി പങ്കിടാനും വിധി പോലല്ലേ തൃതീയവും കുൽസുവിരായ് സൈനബ് ഫാത്തിമത്തും അവരായ് ഗുരുമലരിതളുടെ ഹസൻ ഹുസൈൻ അവരുടെ മുതുമതവ നിധിയാ കരിമുകിലുടെ മുകളുതി പെടുമൊരു തിരുമതിയുടെ ബദരിശല തരുളാറ്റ തിരുമലരെ പഠിച്ചിട്ട് പാട്ട് കേട്ടോ. സംഭവം സൂപ്പറായി കേട്ടോ. പേരൊക്കെ 3 പേര് ഒന്നുകൂടെ പറഞ്ഞു. ഋഷ ഫാത്തിമ, ദൃശ്യ, അഞ്ജലി. ഞാൻ ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടവേളയ്ക്ക് നമ്മുടെ ചെയർപേഴ്സൺ ഒന്നുകൂടെ കാണുമല്ലോ. ചെയർപേഴ്സണോട് സംസാരിക്കുമ്പോഴാണ് നമ്മുടെ സുൽകുമാർ വന്നത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കുട്ടികളുടെ പുതിയൊരു അവബോധത്തെ കുറിച്ച് പറഞ്ഞു. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ലഹരിക്കെതിരെ കൃത്യമായിട്ടുള്ള അവബോധമുള്ള വിദ്യാർത്ഥികളാണ്. എനിക്ക് തോന്നുന്നു ഇതിന്റെ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഒന്നും അറിയാത്തത് കൊണ്ടല്ല വിദ്യാർത്ഥികൾ ലഹരിയിലേക്ക് പോകുന്നത്. അവർക്ക് ആ അഡിക്ഷനിൽ നിന്ന് പുറത്തോട്ട് വരാൻ കഴിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ കൊണ്ടുവരാൻ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പിയർ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വിദ്യാർത്ഥികൾ അതിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംഘടനകൾക്ക് ഇപ്പൊ കോളേജിനകത്ത് തന്നെ നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ തയ്യാറാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലഹരി വിരുദ്ധ പ്രതിജ്ഞകളുണ്ട്. അതുപോലെ ജില്ലാ തലത്തിൽ ഇതിനെതിരെ മാരത്തോൺ പോലെ സംഘടിപ്പിക്കുമ്പോൾ നമ്മൾ മാക്സിമം കേരളവർമ്മയിൽ നിന്ന് പാർട്ടിസിപ്പേഷൻ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൂടാതെ വിദ്യാർത്ഥികളെ ഇതല്ല ലഹരി, മറ്റ് കലാപരമായ കാര്യങ്ങൾ കൂടി ലഹരിയാക്കാം എന്ന അവബോധം കൊടുത്തുകൊണ്ട് നമ്മൾ നമുക്ക് കലയാണ് ലഹരി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ദുബായിൽ എവിടെയാ? ഞാൻ ദുബായിലെ അൽകുസൈസ് ദുബായ് ഹോൾഡിംഗ് എന്ന് പറഞ്ഞ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അതിനേക്കാൾ ഉപരിയായിട്ടൊരു സിനിമാ നിർമ്മാതാവും നടനും സംവിധായകനും കൂടിയാണ്. എന്റെ സിനിമയാണ് കുവി എന്ന നായ അഭിനയിച്ച നജസ് എന്ന് പറഞ്ഞ ചിത്രം. ഇന്ത്യയിലെ ഏറ്റവും നല്ല ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു. എനിക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കിട്ടി. ചിത്രം മെയ് 2 റിലീസ് ചെയ്യും. കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടെ 13ഓളം ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ 3 ചിത്രം ജയരാജാണ് സംവിധാനം ചെയ്തത്. ഉണ്ണിമുകുന്ദനെ നായകനാക്കി എടുത്തിട്ടുള്ള കാതികൻ എന്ന് പറയുന്ന ചിത്രം. ഒരു സിനിമ നമുക്ക് പിടിക്കേണ്ടി വരും. ഒരു സിനിമയും കൂടിയും പിടിക്കേണ്ടി വരും. നമുക്ക് ലഹരിക്കെതിരെ, മയക്കുമരുന്നിനെതിരെ ഒരു സിനിമയും കൂടിയും പിടിക്കേണ്ടി വരും. ആക്ച്വലി കാശുണ്ടോ അതോ 13 പടം പിടിച്ച് പോയോ? അല്ലല്ല, പടം നമ്മളതൊരു പാഷന്റെ പുറത്ത് പിടിക്കുന്നതാണ്. കാശ് നമുക്ക് ഉണ്ടാക്കാം. ജോലി ഉള്ളിടത്തോളം കാലം കാശ് ക്ഷണിച്ചു വരുത്താൻ വേണ്ടി പറഞ്ഞല്ലേ? അല്ലല്ല കാരണം അതെ ആ ഒരു എന്തായാലും ഈ ഒരു സംരംഭത്തിന് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആന്റണി പെരുമ്പാവൂർ നോട്ടീസ് വന്നു സുൽകുമാർ. അല്ല പക്ഷേ ഞാൻ എമ്പുരാൻ സിനിമയുടെ ടിക്കറ്റ് എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടല്ലോ, അവരൊക്കെ പേടിച്ചിരിക്കുക. അവർക്ക് പ്രശ്നമില്ല. സുൽകുമാർ പോയായിരുന്നോ? ഞാൻ പോയി. ടിക്കറ്റിന്റെ മുറി കയ്യിലുണ്ടല്ലോ, ടിക്കറ്റിന്റെ പകുതി കയ്യിൽ ചോദിക്കും. ഓക്കെ, VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40 തുടരുന്നു. കേരളവർമ്മയുടെ തിരുമുറ്റത്തേക്ക് എല്ലാവർക്കും, പ്രേക്ഷകർക്ക്, ലോകമെമ്പാടും വരുന്ന കേരളവർമ്മക്കാർക്കും ഒക്കെ ഇതിലേക്ക് സ്വാഗതം. അപ്പോൾ സ്വാമിജി നമസ്കാരം.
സ്വാമിജിയുടെ പേര് ആദിത്യ സ്വരൂപാനന്ദപുരി. ഇതുവഴി പോയപ്പോ ചാടിക്കരുത് എന്നോട് പറഞ്ഞു. അല്ലല്ല, ഞാൻ ആശ്രമത്തിൽ നിന്ന് കാണായിരുന്നു നിങ്ങളുടെ പരിപാടി. ദിവസം കാണാറുണ്ട് ഈ പരിപാടി, ഈ മദ്യമാഫിയകൾക്കെതിരെയുള്ള പരിപാടികൾ. എന്തായാലും എനിക്ക് വളരെ താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ട് എന്തായാലും കേരളോർമയിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും നേരിട്ടൊന്ന് കാണാന്ന് വിചാരിച്ചു. അല്ലാണ്ട് നിങ്ങളുടെ സദസ്സിലേക്ക് വരാൻ എനിക്ക് സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും സ്വാമിജി അങ്ങനെ പേരുദോഷമുണ്ടോ? സ്വാമിജി 24 മാത്രമേ കാണാറുള്ളൂ. എന്താ അതിന്റെ പ്രശ്നം? ഇല്ല, സമകാലീന പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് 24 ആണ്. അതുകൊണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പിന്നെ നിങ്ങളെ പോലുള്ള ആൾക്കാർ വളരെയധികം നന്നായിട്ട് അതിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അത് ജനങ്ങൾ മുഴുവൻ കാണുന്നത് വളരെ താല്പര്യത്തോട് കൂടിയിട്ടാണ്. സന്തോഷം. അതിലൊരു വാഗ്ദാനം കൂടിയാണ് ഞാൻ. ഓക്കെ, ഈ ആഷ്മിക്ക് വയറ് നിറഞ്ഞു. ശരി, ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ സപ്പോർട്ട് വളരെ വലുതാ. തീർച്ചയായിട്ടും ഈ ഫൈറ്റില് വലിയ ശക്തിയുള്ള നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ബാലാവകാശ നിയമമുണ്ടല്ലോ, അതിൽ ചെറിയൊരു മാറ്റം വരുത്തണം. കാരണം സ്കൂളിലും ടീച്ചർമാർക്ക് ചൂരിലെടുക്കാൻ പറ്റില്ല, വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ചൂരിലെടുത്തോളാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതലും അനാവശ്യമായിട്ട് ദുരുപയോഗം ചെയ്യാണ് ഇപ്പത് ഈ ഒരു നിയമമുള്ളതുകൊണ്ട്. പിന്നെ സ്കൂളുകളിൽ കൗൺസിലിംഗ് ക്ലാസ്സുകൾ കൊടുക്കുമ്പോൾ അച്ഛനടിച്ചോ അമ്മയടിച്ചോ ടീച്ചറുടെ അടുത്ത് ഈ ചോദിക്കുമ്പോൾ കുട്ടികൾ ഇവരെ അനാവശ്യമായിട്ട് തന്നെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പൊ അതില് യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളും ചെയ്യാനാണ് അച്ഛനും അമ്മയൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് കൂടുതൽ അത് ജനങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതും. സന്തോഷം സ്വാമിജി, സന്തോഷം. നമ്മൾ ഇനിയും കാണും. ഓക്കെ, അപ്പോ സ്വാമിജിക്ക് പറയുന്ന കുറച്ച് കടന്ന കയ്യാ 500 കോടി രൂപയുടെ മോഹവിലയുള്ള 300 രൂപയുടെ കപ്പ് സമ്മാനിക്കും. വളരെ സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും അഴിമതി ആരോപണം വരാതിരിക്കാൻ വേണ്ടി മോഹവിലയാന്ന് പറഞ്ഞു. ഓക്കെ, കേരളോർമ്മ നിങ്ങളുടെ പാട്ട് സൂപ്പറായി കേട്ടോ. അപ്പൊ മോഹവില എത്രയാ? 100 കോടി. റെഡി? എന്തോ സുനിൽകുമാർ പോകാൻ സമയമായി തോന്നുന്നു അല്ലേ? ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ ഓക്കെ, കേരളോർമ്മയുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി, പൂർവ്വ വിദ്യാർത്ഥികൾക്കും വേണ്ടി കേരളോർമ്മയില് നമുക്കൊരു വികാരമല്ലേ? അതെ, അത് ഞാൻ പഠിച്ച സമയത്ത് തന്നെ ഇവിടെ. ഓക്കെ, എനിക്കറിയാം. പിന്നെ രാസലഹരിക്കെതിരായിട്ട് ആദ്യത്തെ ഡോക്യുമെന്ററി ചെയ്തത് സിറ്റി പോലീസിന് വേണ്ടി വേണ്ട ബ്രോ. നമ്മളായിരുന്നു തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നടന്മാരും MLA-മാരും മന്ത്രിമാരും എല്ലാവരും കൂട്ടിയിട്ടു. നമ്മുടെ സുനിൽകുമാർ ഉൾപ്പെടുത്തില്ലയോ? അപ്പൊ എനിക്കൊരു കാര്യം പറയാം സാർ. എന്റെ വീടിനടുത്ത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിരുന്നു ഒരു കുട്ടി എപ്പോ വന്നാലും കരച്ചിലും നിലവിളിയൊക്കെ ഉപദ്രവം ഈ ഹസ്ബൻഡിന്റെ. ഓക്കെ, അങ്ങനെ ഞങ്ങളെന്താ ഇത് ചോദിക്കും, എന്താ ഇതൊന്ന് നിർത്തലാക്കണമല്ലോ കുട്ടികൾ. അപ്പൊ പറയുന്നത് ഞാൻ അവര് പറയുന്ന അയാൾ ഈ ഉപദ്രവമുണ്ട്, ലഹരിയുടെ ഒരുപാട് കേസുകളുണ്ട്. ഇത് അതുമായിട്ട് വരുമ്പോ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. എന്റെ അമ്മോ, ഞാൻ അന്ന് ഇങ്ങനൊന്നും ഇരിക്കല്ലോ. ജഗപുകയല്ലേ? അതെ, ജഗപുക. പേരോട് ചോദിച്ചു. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ നിങ്ങളൊക്കെ എവിടുന്നാണ്? ഞാൻ കൊടുങ്ങല്ലൂരിൽ. ഓക്കെ, സുഖാണല്ലോ? അപ്പൊ എവിടുന്ന് വരുന്നു ഇപ്പൊ? ഓക്കെ, സുഖാണല്ലോ? സുഖാണല്ലോ. ചെയർപേഴ്സണോടെ ഓക്കെ. മോഹവില എത്ര? 500 കോടി. ഓക്കെ, റെഡി. മാപ്പിളപ്പാട്ട് പാടി മോളെ. ഇത് അണിഞ്ഞുകൊണ്ടാണ് ഇനി ഇവിടെ നടക്കാം. പരീക്ഷയാണോ? നമ്മുടെ കുട്ടികൾക്കെല്ലാം കുറെ ഉടുപ്പ് ഇറക്കി കൊടുത്താലോ? ഓക്കെ, ഒരു കപ്പ് അങ്ങിക്ക് വേണം. ഈ കപ്പ് കൊണ്ട് എന്താ ചെയ്യാൻ പോവാ? ഇത് വലിയൊരു സംഭവമല്ലേ സാറിന്റെ ലോകത്തിന് ആവശ്യമുള്ള മകളെ എല്ലാരും കൊടുത്തേ. ഇതെല്ലാം പൊതിച്ചു വേണം നടക്കാൻ കേട്ടോ. റെഡി. അപ്പൊ മദ്യനിരോധന സമിതി ചെയർമാൻ സ്പോർട്സ് ആണ് ലഹരി. ഓക്കെ, റെഡി. അപ്പൊ ഇനിയും ഒരു മുൻ ചെയർമാൻ കൊടുക്കാം, KS സദാനന്ദന്. മുൻ ചെയർമാൻ. ഓക്കെ, KS സദാനന്ദനെ അടിപൊളി ചെയർമാനായിരുന്നു. അപ്പൊ മക്കളെ, നമ്മളിത് കേരളോർമ്മയിൽ നമ്മൾ മടങ്ങും. കേരളോർമ്മയിലേക്ക് മടങ്ങുമെന്ന് വെച്ചാൽ വീണ്ടും വരാൻ വേണ്ടിയുള്ള മടക്കമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സന്തോഷം നിങ്ങളെ കണ്ടതിൽ. പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക, മറ്റുള്ള കാര്യങ്ങളും പഠിക്കുക. ഓക്കെ, അപ്പോൾ മറ്റേ ലഹരി വിരുദ്ധ സമരത്തിൽ സമയമുള്ളവർക്ക് കാലിക്കറ്റിലേക്ക് വരാം ഈ മാസം 20-ാം തീയതി.
കോഴിക്കോടാണ് വീട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് പോരൂ. കോഴിക്കോടുകാരാണോ? കോഴിക്കോട്ടുകാരെല്ലാം അങ്ങോട്ട് വരും. അപ്പൊ സ്വാമിജി, കോഴിക്കോട് ഒരു പരിപാടി ഉണ്ട്. നമ്മൾ ഒരു അൾട്ടിമേറ്റ് വാർ ഈ 20-ാം തീയതി വൈകുന്നേരം നമ്മൾ 1 ലക്ഷം പേര് ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയും അവസാന രാസലീതിക്കാരനും കേരളം വിട്ടുപോകണമെന്ന്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ആഷ്മി, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ നേരമാകുന്നു. അപ്പൊ നമുക്കിനി ഒരു ഓക്കെ, തീർച്ചയായിട്ടും അപ്പൊ ഇനി നമുക്ക് അപ്പൊ നമുക്ക് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇനി നമുക്കൊരു ചെറിയ ഒന്ന് ക്ലോസ് ചെയ്തല്ലോ. സ്വാമിജിയുണ്ട്, അപ്പൊ കേരള ഓർമ്മയിൽ നമുക്ക് പയ്യെ താലങ്ങോട്ട് കൈമാറാം. ഓക്കെ, അപ്പോ നമ്മളിനി ഈ 2ാം പര്യടനം, നമ്മുടെ 2ാം ഘട്ടം തുടരുകയാണ്.